നമസ്കാരം, ഞാൻ ഡോക്ടർ ഫൗസിയ, കൺസൾട്ടന്റ് ഡെന്റൽ സർജൻ, പൊയ്യാനിൽ ഹോസ്പിറ്റൽ, പുനലൂർ. കുട്ടികളുടെ ദന്ത സംരക്ഷണം എന്ന വിഷയത്തിൽ സാധാരണയായി മാതാപിതാക്കൾക്കുണ്ടാകുന്ന കുറച്ച് സംശയങ്ങളും അതിന്റെ ഉത്തരങ്ങളുമായിട്ടാണ് നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത്. കുട്ടികളുടെ ദന്ത സംരക്ഷണം പല്ല് വരുന്നതിന് മുന്നേ, അതായത് ജനനത്തിൽ തന്നെ തുടങ്ങണം എന്നുള്ളതാണ് സത്യം. കുട്ടികളുടെ പല്ല് വരുന്നതിന് മുന്നേ തന്നെ ഓരോ ഫീഡിങ്ങിന് ശേഷവും അവരുടെ മോണ മൃദുവായ സോഫ്റ്റ് ആയിട്ടുള്ള നനഞ്ഞ ക്ലോത്ത് ഉപയോഗിച്ച് തുടച്ചു കൊടുക്കേണ്ട അത്യാവശ്യമാണ്. 6 മാസത്തിന് ശേഷം എപ്പോൾ വേണമെങ്കിലും അവർക്ക് പല്ല് വന്ന് തുടങ്ങാം. പല്ല് വന്നതിന് ശേഷം മൃദുവായ ബ്രിസ്റ്റലിലുള്ള ഫിംഗർ ബ്രഷുകൾ ലഭ്യമാണ്. അത് ഉപയോഗിച്ച് പല്ല് വൃത്തിയാക്കി കൊടുക്കാം. ആദ്യ സമയത്ത് വെള്ളം ഉപയോഗിച്ച് വൃത്തിയാക്കിയാൽ മതിയായിരിക്കും. അതിനുശേഷം പല്ലുകൾ എത്രത്തോളം വരുന്നതിനനുസരിച്ച് ഓരോ പ്രായത്തിന് അനുയോജ്യമായ ബ്രഷുകൾ അവൈലബിൾ ആയിട്ടുണ്ട്. അതിനനുസരിച്ച് നമുക്ക് ബ്രഷുകൾ മാറ്റി മാറ്റി ഉപയോഗിക്കാവുന്നതാണ്. മുതിർന്നവരെ പോലെ തന്നെ കുട്ടികളും രാവിലെയും രാത്രിയുമാണ് ബ്രഷ് ചെയ്യേണ്ടതായിട്ടുള്ളത്. രാത്രിയിൽ ആഹാരം കഴിച്ചതിന് ശേഷം കിടക്കുന്നതിന് മുന്നേ ബ്രഷ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ശരിയായ രീതി ചോദിക്കുമ്പോൾ കുഞ്ഞുങ്ങൾക്ക് എടുക്കുന്ന ടൂത്ത് പേസ്റ്റിന്റെ അളവ് വളരെ കുറച്ച് മതിയാവും. ബ്രഷ് ചെയ്യുമ്പോൾ എപ്പോഴും ബ്രഷ് ഒരു 45 ഡിഗ്രി മോണയിലോട്ട് ചരിഞ്ഞു നിൽക്കുന്ന രീതിയിൽ പിടിച്ചിട്ട് സർക്കുലാർ ആയിട്ടുള്ള ചെറിയ മോഷനിൽ പല്ലിന്റെ എല്ലാ ഭാഗവും വൃത്തിയാവുന്ന രീതിയിൽ, ഉൾഭാഗവും ചവയ്ക്കുന്ന ഭാഗവും വൃത്തിയാവുന്ന രീതിയിൽ തന്നെ ബ്രഷ് ചെയ്യണം. ഒരു 6-7 വയസ്സ് വരെയുള്ള കുഞ്ഞുങ്ങൾക്ക് എപ്പോഴും ഒരു മുതിർന്നവരുടെ സൂപ്പർവിഷനിൽ ബ്രഷ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഫ്ലൂറൈഡ് ടൂത്ത് പേസ്റ്റ് കുട്ടികൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. കുട്ടികൾക്ക് ടൂത്ത് പേസ്റ്റ് ഉപയോഗിക്കുമ്പോൾ അതിന്റെ എമൗണ്ടിലാണ് ശ്രദ്ധിക്കേണ്ടത്. ഒരു 3 വയസ്സ് താഴെയുള്ള കുഞ്ഞുങ്ങൾക്ക് എപ്പോഴും ഒരു അരിമണിയുടെ വലുപ്പത്തിലുള്ള ടൂത്ത് പേസ്റ്റിന് ആവശ്യമേ ഉള്ളൂ. 3 വയസ്സിന് മുകളിലോട്ടുള്ള കുഞ്ഞുങ്ങൾക്ക് ഒരു പയറുമണി അളവിൽ ടൂത്ത് പേസ്റ്റ് എടുക്കാവുന്നതാണ്. ഫ്ലൂറൈഡ് അടങ്ങിയ ടൂത്ത് പേസ്റ്റ് ഉപയോഗിക്കുമ്പോൾ എപ്പോഴും വിഴുങ്ങാതെ, കുഞ്ഞുങ്ങൾ വിഴുങ്ങാനുള്ളൊരു ടെൻഡൻസി ഉണ്ടാവും. വിഴുങ്ങാതെ സൂക്ഷിക്കണം. കുഞ്ഞുങ്ങൾ അതിന്റെ ഫ്ലേവർ കാരണമായിരിക്കും വിഴുങ്ങുന്നത്. അങ്ങനെ ഉണ്ടെങ്കിൽ ഫ്ലൂറൈഡ് കണ്ടന്റ് ഇല്ലാത്ത പേസ്റ്റുകൾ തന്നെ കുട്ടികൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഫ്ലൂറൈഡ് ഉള്ള ടൂത്ത് പേസ്റ്റ് ഉപയോഗിക്കുമ്പോൾ അവർക്ക് പിന്നീട് ക്യാവിറ്റി ഉണ്ടാവുന്നത് തടയാനായിട്ട് കഴിയും. എപ്പോഴും ഒരു അഡൽട്ട് സൂപ്പർവിഷൻ കുഞ്ഞുങ്ങളുടെ ടൂത്ത് ബ്രഷിംഗ് സമയത്ത് ആവശ്യമാണ്. മാതാപിതാക്കൾ എപ്പോഴും കുഞ്ഞുങ്ങളുടെ ഫസ്റ്റ് ഡെന്റൽ വിസിറ്റ് താമസിപ്പിക്കുന്നു എന്നുള്ളതാണ് സത്യം. കുഞ്ഞുങ്ങൾ ആദ്യത്തെ പല്ല് വന്ന് തുടങ്ങുമ്പോൾ തന്നെ ഒരു ഡെന്റൽ വിസിറ്റ് അത്യാവശ്യമാണ്. അത് കുഞ്ഞുങ്ങളുടെ പേടി മാറ്റാനും സഹായിക്കും. കുഞ്ഞുങ്ങളുടെ കേടിന്റെ ആദ്യത്തെ സൈൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നമുക്ക് പെട്ടെന്ന് കണ്ടുപിടിച്ച് ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യാനും സഹായിക്കും. രണ്ടാമത്തെ കാര്യം, പാൽപ്പല്ലുകൾക്ക് അർഹിക്കുന്ന പ്രാധാന്യം ആരും കൊടുക്കുന്നില്ലെന്നുള്ളതാണ്. പാൽപ്പല്ലുകളല്ലേ, അത് പൊഴിഞ്ഞു പോകും, പിന്നീട് പുതിയ പല്ല് വരും എന്നൊരു ചിന്ത എല്ലാവരിലും ഉണ്ട്. പക്ഷെ ഈ പല്ലുകൾ കറക്റ്റ് സമയത്ത് പൊഴിയുന്നതിലും അടുത്ത പല്ലുകൾ കറക്റ്റ് സമയത്ത് വരുന്നതിലും വലിയൊരു ഇമ്പോർട്ടൻസ് ഉണ്ട്. പല്ലുകൾ നേരത്തെ പൊഴിഞ്ഞു പോകുന്നത് മൂലം പിന്നീടുള്ള പല്ലുകൾ നിരതെറ്റി വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പൊഴിഞ്ഞു പോകുന്നത് മാത്രമല്ല, കേട് വന്ന് നമുക്ക് നേരത്തെ ആ പല്ലുകൾ എടുത്ത് മാറ്റേണ്ടി വരുമ്പോഴും പിന്നീട് വരുന്ന പല്ലുകൾക്ക് വളരെയധികം നിരതെറ്റൽ സംഭവിക്കാൻ സാധ്യതയുണ്ട്. രണ്ടാമത്തെ കാര്യം, കുഞ്ഞുങ്ങൾക്ക് ചവച്ചരച്ച് കഴിക്കാൻ പലപ്പോഴും ഈ കേടുകൾ നിൽക്കുന്നത് കൊണ്ട് സാധിക്കില്ല. നമ്മൾ പല്ല് പറിച്ച് കളയുമ്പോൾ അത് അവരുടെ ഡയറ്റിനെ വല്ലാതെ ബാധിക്കും. അപ്പം ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസി ഉണ്ടാകാനുള്ള സാധ്യതയും കൂടുതലാണ്. പാൽപ്പല്ലുകൾ കറക്റ്റ് സമയത്ത് കേടുകൾ ഉണ്ടെങ്കിൽ അടച്ചു വെക്കുകയും മറ്റ് സംരക്ഷണങ്ങൾ കൊടുക്കുകയും കറക്റ്റ് സമയത്ത് മാത്രം അവ പൊഴിഞ്ഞു പോകുന്ന രീതിയിൽ നമ്മൾ കൺട്രോൾ ചെയ്ത് പോവുകയും ചെയ്യേണ്ടതുണ്ട്. മൂന്നാമത്തെ കാര്യം, പേരൻസ് വരുത്തുന്ന വലിയൊരു തെറ്റെന്ന് വെച്ചാൽ കുഞ്ഞുങ്ങൾക്ക് അമിതമായ ഷുഗറി ആയിട്ടുള്ള ഫുഡ്സ്, ബീവറേജസ് ഒക്കെ കൊടുക്കുന്നതാണ്. അപ്പോൾ എപ്പോഴും അവർക്ക് കേട് വരാനുള്ള ഒരു ചാൻസ് ഭയങ്കരമായിട്ട് കൂടും. ഇതൊക്കെ പേരൻസ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. ഭക്ഷണക്രമം എന്ന് പറയുമ്പോൾ ഓവറായിട്ട് മധുരമുള്ള ഫുഡ്സ്, ഓവറായിട്ട് നമ്മുടെ പല്ലിൽ ഒട്ടിപ്പടിച്ചിരിക്കുന്ന സ്റ്റിക്കി ആയിട്ടുള്ള ഫുഡ്സ് ഒക്കെ കൊടുക്കുന്നത് വളരെ കുറയ്ക്കണം. പിന്നെ പ്രോസസ്ഡ് ആയിട്ടുള്ള ജങ്ക് ഫുഡ്സ്, ഇതൊക്കെ കഴിക്കുമ്പോൾ എന്ത് പറ്റുമെന്ന് വെച്ചാൽ പല്ലിൽ അമിതമായിട്ട് പറ്റിപ്പിടിച്ചിരിക്കുകയും പ്രോപ്പറായിട്ട് ബ്രഷ് ചെയ്യാതിരിക്കുമ്പോൾ അത് ഒരുപാട് കേട് വരാനുള്ള സാധ്യത കൂട്ടുകയും ചെയ്യും. ബാലൻസ്ഡ് ആയിട്ടുള്ള ഡയറ്റ് കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ അത് അവർക്ക് ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസി ഉണ്ടാവാൻ സാധ്യതയുണ്ട്. എപ്പോഴും വെജിറ്റബിൾസ്, മിനറൽസ്, അതേപോലെ തന്നെ ഡയറ്ററി പാൽ ഉൽപ്പന്നങ്ങളൊക്കെ അവരുടെ ഫുഡിൽ കറക്റ്റായ അളവിൽ ഉൾപ്പെടുത്താനായിട്ട് ശ്രമിക്കണം. കുഞ്ഞുങ്ങളുടെ ആഹാരക്രമത്തിൽ ഷുഗർ ആയിട്ടുള്ള ഫുഡ്സ് കുറയ്ക്കണം. ഓവറായിട്ട് സ്വീറ്റ് ഉള്ള ഡ്രിങ്ക് ഒക്കെ കൊടുക്കുന്നത് കുറയ്ക്കണം. സ്റ്റിക്കി ആയിട്ടുള്ള മിഠായികൾ അധികമായിട്ട് കൊടുക്കുന്നതൊക്കെ കുറയ്ക്കണം. ഇതൊക്കെ മാതാപിതാക്കൾ ശ്രദ്ധിക്കേണ്ട കാര്യം.
ആദ്യം മിക്കവാറും കേടുകളുടെ ആദ്യ ലക്ഷണമായിട്ട് കാണപ്പെടുന്ന വൈറ്റ് ആയിട്ടുള്ള സ്പോട്ട് ആയിട്ടുള്ള ലീഷൻസ് ആയിരിക്കും. നമുക്ക് പെട്ടെന്ന് നമ്മുടെ സാധാരണ പല്ലിന്റെ കളർ അല്ലാതെ ഒരു ചെറിയ സ്പോട്ട് പോലുള്ള വൈറ്റ് ലീഷൻസ് ഒക്കെ കാണാൻ പറ്റും. വെള്ള കളറിൽ വ്യത്യാസമായി കാണാൻ പറ്റും. അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. രണ്ടാമത് ചില സന്ദർഭങ്ങളിൽ മഞ്ഞ കളറിലോ അല്ലെങ്കിൽ ബ്രൗൺ കളറിലോ ഉള്ള ചെറിയ പാടുകൾ കാണാറുണ്ട്. അതാണെങ്കിലും ശ്രദ്ധിക്കണം. പിന്നീട് നമ്മൾ സാധാരണ രീതിയിൽ കാണുന്ന പോലുള്ള കറുത്ത കേടുപാടുകൾ അല്ലെങ്കിൽ ക്യാവിറ്റി പോട് വന്ന പോലെയുള്ള ഒക്കെ കാണുന്നുണ്ടെങ്കിലും ശ്രദ്ധിക്കേണ്ടത്. പിന്നെ കുട്ടികൾ എപ്പോഴും സെൻസിറ്റിവിറ്റി പറയാറുണ്ട് ടൂത്തുകളിൽ. അപ്പൊ അങ്ങനെ സെൻസിറ്റിവിറ്റി ഫുഡ് കഴിക്കുമ്പോൾ അല്ലെങ്കിൽ വെള്ളം കുടിക്കുമ്പോൾ അല്ലെങ്കിൽ മധുരമുള്ളത് കഴിക്കുമ്പോൾ കുഞ്ഞുങ്ങൾ സെൻസിറ്റിവിറ്റി പറയുന്നുണ്ടെങ്കിലും ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. പല്ലുകേടിന്റെ ചികിത്സാ ഓപ്ഷൻസ് അത് ഏത് സ്റ്റേജിൽ നിൽക്കുന്നു എന്നുള്ളതിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ്. ആദ്യത്തെ ടൈപ്പ്, അതായത് ഒരുപാട് കേടൊന്നും വന്നിട്ടില്ല, ചെറിയ വൈറ്റ് സ്പോട്ട് പോലെയുള്ളൂ അല്ലെങ്കിൽ യെല്ലോ സ്പോട്ട് പോലെയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഫ്ലൂറൈഡ് ട്രീറ്റ്മെന്റ്, ടോപ്പിക്കൽ ഫ്ലൂറൈഡ് ആപ്ലിക്കേഷൻസ് എന്നൊക്കെ പറയും. അതൊക്കെ ചെയ്തുകൊണ്ട് നമുക്ക് പലപ്പോഴും ഇത് കൺട്രോൾ ചെയ്ത് നിർത്താനും തിരിച്ച് കേടുണ്ടാവുന്നതിനെ തിരിച്ചു മാറ്റാനും ഒക്കെ സാധിക്കും. രണ്ടാമത്തേന്ന് പറഞ്ഞാൽ വിസിബിൾ ആയിട്ടുള്ള കേടുകൾ ഉണ്ടെങ്കിൽ പല്ലിന്റെ കളറിലുള്ള ഫില്ലിങ് കൊടുത്തുകൊണ്ട് പല്ലിനെ സംരക്ഷിച്ച് നിർത്താൻ പറ്റും. പല്ലിന്റെ കേട് വലുതാണ്, അത് മജ്ജയെ ബാധിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ കുഞ്ഞുങ്ങളുടെ വേര് ചികിത്സ അഥവാ റൂട്ട് കനാൽ ട്രീറ്റ്മെന്റിലോട്ടും ക്രൗൺ വെക്കേണ്ട ട്രീറ്റ്മെന്റിലോട്ടും ഒക്കെ പോകേണ്ടതായിട്ടുണ്ട്. ഒന്നെന്ന് പറഞ്ഞാൽ ഏർലി ആയിട്ടുള്ള വിസിറ്റ്. എപ്പോഴും കുഞ്ഞുങ്ങൾക്ക് പല്ല് വന്ന് കുറച്ച് കഴിയുമ്പോൾ തൊട്ട് ഡെന്റൽ വിസിറ്റ് ഫ്രീക്വന്റ് ആയിട്ട് ഒരു 6 monthsലൊക്കെ നടത്തിയാൽ അവർക്ക് ആ പേടി നമുക്ക് കുറച്ച് വെക്കാനായിട്ട് പറ്റും. പിന്നെ പേരൻസ് എപ്പോഴും പിള്ളേരെ പേടിപ്പിച്ചിട്ടാണ് ഡെന്റൽ ക്ലിനിക്കിലോട്ട് കൊണ്ടുവരിക. പല്ല് പറിച്ചു കളയും, കരഞ്ഞാല് ഡോക്ടർ കുത്തിവെക്കുക, അങ്ങനെയൊക്കെ പറയും. എപ്പോഴും പോസിറ്റീവ് അഫർമേഷൻസ് ആണ് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കേണ്ടത്. ഡോക്ടർ നിന്റെ ചിരി നന്നാക്കും, നമുക്ക് കറുത്ത പല്ലൊക്കെ നമുക്ക് നന്നാക്കി എടുക്കാൻ പറ്റും എന്നൊക്കെ പറഞ്ഞ് വേണം കൊണ്ടുവരാൻ. പിന്നെ മൂന്നാമത്തെ കാര്യം, പേരൻസ് എപ്പോഴും ഒരു പോസിറ്റീവ് റോൾ മോഡൽ കുഞ്ഞുങ്ങൾക്ക് നൽകണം. കണ്ടോ, എൻ്റെ പല്ല് ഞാൻ ക്ലീൻ ചെയ്ത് കണ്ടോ, അമ്മയ്ക്ക് വേദനിച്ചില്ലല്ലോ, അങ്ങനെയൊക്കെ പറഞ്ഞാണ് കുഞ്ഞുങ്ങളെ ഡെന്റൽ ക്ലിനിക്കിലോട്ട് കൊണ്ടുവരേണ്ടത്. റെഗുലർ ആയിട്ടുള്ള ചെക്കപ്പ് ആണ് ഏറ്റവും അത്യാവശ്യം. പിന്നെ നമ്മൾ ബ്രഷ് ചെയ്യുന്ന രീതി ശ്രദ്ധിക്കുക, ബ്രഷ് ചെയ്യുന്ന എമൗണ്ട് ശ്രദ്ധിക്കുക. എന്തെങ്കിലും സെൻസിറ്റിവിറ്റി ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ കേട് കാണുന്നുണ്ടെങ്കിൽ കറക്റ്റായ സമയത്ത് ട്രീറ്റ്മെന്റ് എടുക്കുക. ഇതൊക്കെ തന്നെയാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ബാക്കി കേട് മാത്രമല്ല, നമ്മുടെ മോണയുടെ ആരോഗ്യം ഒക്കെ നമുക്ക് സംരക്ഷിക്കാനായിട്ട് പറ്റും. കറക്റ്റായിട്ട് ചെക്കപ്പ് നടത്തുന്നതിലൂടെ എന്തെങ്കിലും ഏർലി ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റുമെങ്കിൽ അതിൻ്റെയും ട്രീറ്റ്മെന്റ് നടത്താവുന്നതാണല്ലോ. പിന്നീട് നമ്മുടെ ഡയറ്റ്, പല്ലുകളുടെ ആരോഗ്യം സംരക്ഷിക്കുന്നതിലൂടെ നമ്മുടെ ഓവറോൾ ഹെൽത്താണ് നന്നായി പോകുന്നതെന്നുള്ള ഒരു പോസിറ്റീവായിട്ടുള്ള കാര്യം കുഞ്ഞുങ്ങളിൽ കുഞ്ഞുനാളിൽ തന്നെ പറഞ്ഞ് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അവർക്കും ഈ ദന്താരോഗ്യം നിലനിർത്തേണ്ടതിൻ്റെ ആവശ്യകത മനസ്സിലാവും. ഇത് തന്നെയാണ് നമുക്ക് കുഞ്ഞുകാലം തൊട്ട് ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ. കുഞ്ഞുങ്ങളുടെ ദന്ത സംരക്ഷണവുമായി ബന്ധപ്പെട്ട് ഏത് സമയത്തും നിങ്ങൾക്ക് പൊയ്യാനിൽ ഡെന്റൽ ക്ലിനിക്ക് വിസിറ്റ് ചെയ്യാവുന്നതാണ്. അടുത്ത വീഡിയോയുമായി കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.